അങ്ങനെ 2 മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ന് പാറുക്കുട്ടിക്ക് ഇതേ സ്കൂൾ തുറക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ എണീറ്റ് വരാനൊക്കെ പാറുക്കുട്ടിക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു. ഞങ്ങൾ വിളിക്കും തോറും അവൾക്ക് ഇങ്ങനെ ഉറക്കം കൂടി വരികയായിരുന്നു. പ്രത്യേകിച്ച് അച്ചക്കുട്ടം വിളിക്കുമ്പോൾ. സ്കൂളിലേക്ക് പോകാനായിട്ട് ആൾക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ എണീക്കാൻ നല്ല മടിയായിരുന്നു. ആക്ച്വലി May 13 പാറുക്കുട്ടിക്ക് സ്കൂൾ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു വിധത്തിൽ അവൾ ഉണർത്തിയെടുത്തിട്ടുണ്ട്. ഇന്നത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ ഞാൻ പിന്നെ നേരത്തെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റവപ്പുട്ടും നേന്ത്രപ്പഴം പുഴുങ്ങിയതുമായിരുന്നു കേട്ടോ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഉച്ചവരെയാണ് ക്ലാസ് ഉള്ളത്. സോ സ്നാക്സ് മാത്രം കൊടുത്തയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാങ്ങയും ആപ്പിളൊക്കെ കട്ട് ചെയ്തേ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ബോട്ടിലും കൂടി വെച്ച് നാപ്കിനും വെച്ച് ഇതൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഫുൾ ബാഗൊക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കേട്ടോ ഗ്രൂപ്പിൽ മെസ്സേജ് കാണുന്നത് ബാഗൊന്നും കൊടുത്തയക്കേണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതേ നമ്മുടെ പാറുക്കുട്ടി സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ദേഷ്യടപടിയത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കറക്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് കറണ്ട് ബില്ല് വന്നത്. ചൂടോടെ അതും കൂടി അങ്ങോട്ട് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി ഗൈസ്. നെറ്റ് പേയബിൾ 61. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കറണ്ട് ബില്ല് കണ്ട് ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞെട്ടിത്തെറിച്ച് ഭയങ്കര ഒരു ആശ്വാസത്തോടെ ഞങ്ങൾ പാറുക്കുട്ടീനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാണ്. ഒരു സ്കൂൾ മതിൽ കണ്ടപ്പോൾ പാറുക്കുട്ടീനേക്കാൾ എനിക്കായിരുന്നു ടെൻഷൻ എന്ന് പറയാം. ആദ്യം തന്നെ അനിത മാമിനൊക്കെ പോയി കണ്ട് അനുക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പാറുക്കുട്ടി UKG പോകുന്നത്. ഞാൻ കൊടുത്തിട്ടുള്ള ഒരു വെൽക്കം കാർഡാണ് ഇത് അവളുടെ കയ്യിലിരിക്കുന്നത്. കുറച്ച് ടെൻഷനിലാണ് കേട്ടോ അവൾ വന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. മാമിനെ കണ്ട പാടെ അവളുടെ ടെൻഷനൊക്കെ എങ്ങനെ പോയതെന്ന് അറിഞ്ഞൂടാ. പിന്നെ ആൾ നല്ല ചിൽ മൂഡിലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ക്ലാസ്സിലേക്കൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സിലിരുന്ന് ചെറിയൊരു ടെൻഷനോടെയാണ് ഈ നോക്കണത് കേട്ടോ. ചില കുട്ടികളൊക്കെ ഇങ്ങനെ ഇരുന്ന് കരയണുണ്ടായിരുന്നു കേട്ടോ. പാറുക്കുട്ടി പക്ഷെ കരഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആളുടെ മുഖം ഒന്നിങ്ങനെ വാടിയിട്ടുണ്ടായിരുന്നു. അധികം നേരം നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ മീൻ കടയിലേക്കാണ് പോയത്. അവിടുന്ന് എന്തോരം മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഈ നേരെ വീട്ടിലേക്ക് വിടുകയാണ്. ഇന്നത്തെ ഹറിബറിയിൽ ഞാൻ ലഞ്ചൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങി തിരിഞ്ഞ് വീടെത്തുമ്പോൾ തന്നെ 10-10 ആയിട്ടുണ്ട്. ഇനി 12:30 ആകുമ്പോഴേക്കും പാറുക്കുട്ടിനെ പിക്ക് ചെയ്യാനായിട്ടും പോകണം. അപ്പം പെട്ടെന്ന് മീൻ ഒന്ന് മുളകിടുകയും ചെയ്യാം, വറക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മെയിനായിട്ട് മീൻ തലക്കറിയാണ് കേട്ടോ വെക്കുന്നത്. അതിൽ കുറച്ച് പീസും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് മീൻ വറക്കാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ചെടുപടിയുന്ന ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ തീർത്ത് പിന്നെ അത് വീണ്ടും പാറുക്കുട്ടീനെ പിക്ക് ചെയ്യാനായിട്ട് പോയതാണ്. വെൽക്കം ഗിഫ്റ്റായിട്ട് പാറുക്കുട്ടിക്ക് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഒരു ചെടിയും പിന്നെ അതേ ഒരു ഐസ്ക്രീം കാർഡും. സമ്മർ സീസൺ ആയതുകൊണ്ടാണ് ഫുൾ ഐസ്ക്രീം തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് പാറുക്കുട്ടിയുടെ അജ്ജിയാണ് കേട്ടോ. എല്ലാ കുട്ടികളെയും ടേക്ക് കെയർ ചെയ്യുന്നത് ഈ അജിമാരാണ് കേട്ടോ. ശശിമാരെയാണ് കേട്ടോ അജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് പാറുക്കുട്ടി പോയി നോക്കണത് അനിത മാമിനെയാണ്. ചേച്ചി അവിടെയൊക്കെ ഉണ്ടോന്നൊക്കെ ഒന്ന് പോയി തിരഞ്ഞു നോക്കുകയാണ് ആള്. പക്ഷേ ചേച്ചി കുട്ടികളെ കണ്ടില്ല കേട്ടോ. അങ്ങനെ മാമിനൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വരികയാണ്. കുട്ടിയുടെ കയ്യിൽ ഒരു ഹണി ബീ കൂടി ഉണ്ട് കേട്ടോ. ഇതിന്ന് അവിടുന്ന് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളിൽ ഒന്നാണ് കേട്ടോ. ഇന്ന് പാറുക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ബൈ ബൈ.